ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പശ്ചിമബംഗാളിൽ ഇന്ന് സംയുക്ത സൈനിക കമാൻഡർമാരുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 15ാം നിയമസഭയുടെ 14ാമത് സമ്മേളനത്തിന് തുടക്കമായി. അന്തരിച്ച നേതാക്കൾക്ക് ആദരാഞ്ജലി അർപ്പിച്ച ശേഷം സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ ഉന്നതി വിദേശ പഠന സ്കോളർഷിപ്പുകൾ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് വിതരണം ചെയ്യും. 5 വർഷമായി ഇസ്ലാം മതം അനുഷ്ഠിക്കുന്ന വ്യക്തിക്ക് മാത്രമേ വഖഫ് സമർപ്പണത്തിന് സാധിക്കൂ എന്നതുൾപ്പെടെയുള്ള വഖഫ് ഭേദഗതി നിയമത്തിലെ വ്യവസ്ഥകൾ ഭാഗികമായി സ്റ്റേ ചെയ്ത് സുപ്രീംകോടതി. എഞ്ചിനീയറിംഗ് മികവ് ഇന്ത്യയുടെ സാങ്കേതിക ദശകത്തെ നയിക്കുന്നു എന്ന പ്രമേയത്തിലൂന്നി രാജ്യം ഇന്ന് എഞ്ചിനീയേഴ്സ് ദിനം ആഘോഷിക്കുന്നു. ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഒമാൻ UAE പോരാട്ടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളിലെ കൊൽക്കത്തയിൽ സംയുക്ത സൈനിക കമാൻഡർമാരുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കൊൽക്കത്തയിലെ ഇന്ത്യൻ ആർമിയുടെ ഈസ്റ്റേൺ കമാൻഡ് ആസ്ഥാനമായ വിജയ് ദുർഗിൽ നടക്കുന്ന 3 ദിവസത്തെ കോൺഫറൻസിൽ സാങ്കേതിക പുരോഗതി, സായുധ സേനയുടെ 3 ശാഖകൾക്കിടയിലുള്ള ഏകോപനം, ആധുനികവൽക്കരണം എന്നിവ ചർച്ച ചെയ്യും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും പങ്കെടുക്കും. ബീഹാറിലെ പൂർണിയ ജില്ലയിൽ 36,000 കോടി രൂപയുടെ നിരവധി വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി ഇന്ന് തുടക്കം കുറിക്കും. 15ാം നിയമസഭയുടെ 14ാമത് സമ്മേളനത്തിന് തുടക്കമായി. സമ്മേളനത്തിന്റെ ആദ്യ ദിനമായ ഇന്ന് മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, മുൻ സ്പീക്കർ PP തങ്കച്ചൻ, നിയമസഭാംഗം വാഴൂർ സോമൻ എന്നിവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. സ്പീക്കർ അനുശോചന പ്രസംഗം നടത്തി. VS എന്ന സംജ്ഞയിലൂടെ ഒരു ഇടതുപക്ഷം എന്നതിലുപരിയായി ഒരു വിപ്ലവകാരിയുടെയും പോരാളിയുടെയും പ്രതിരൂപമായിരുന്നു ദർശിച്ചിരുന്നത്. മുഖ്യമന്ത്രിയായിരിക്കെ അദ്ദേഹം നടപ്പിലാക്കിയ പല പദ്ധതികളും കേരള സമൂഹത്തിൽ ദൂരവ്യാപകമായ മാറ്റങ്ങൾ വരുത്തി. ശ്രീ വാഴൂർ സോമൻ കുടിയേറ്റ മേഖലയിലെ പട്ടിക പ്രശ്നവും മനുഷ്യ വന്യജീവി സംഘർഷങ്ങളും നിരന്തരമായി പൊതുസമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന നേതാവായിരുന്നു. രാഷ്ട്രീയ ജീവിതത്തിലുടനീളം സാമൂഹിക പ്രതിബദ്ധത പുലർത്തിയ നേതാവായിരുന്നു ശ്രീ PP തങ്കച്ചൻ. കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ മന്ത്രി എന്നതിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ ശ്രദ്ധേയമായിരുന്നു. അന്തരിച്ച നേതാക്കൾക്ക് ആദരാഞ്ജലി അർപ്പിച്ച ശേഷം സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പളുരുത്തി. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, മുൻ സ്പീക്കർ PP തങ്കച്ചൻ, നിലവിലെ സഭയിൽ അംഗമായിരുന്ന വാഴൂർ സോമൻ എന്നിവരുടെ നിര്യാണത്തിൽ റഫറൻസ് നടത്തി പിരിയുക എന്നത് മാത്രമായിരുന്നു സഭയുടെ ഇന്നത്തെ കാര്യപരിപാടി. സ്പീക്കർ ഇതേക്കുറിച്ച് റഫറൻസ് നടത്തുകയും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കക്ഷി നേതാക്കളും അനുശോചന പ്രസംഗങ്ങൾ നടത്തുകയും ചെയ്ത ശേഷം സഭ നാളെ രാവിലെ 9 മണിക്ക് ചേരാനായി പിരിഞ്ഞു. നാളെ മുതൽ വ്യാഴാഴ്ച വരെ നിയമനിർമ്മാണം അടക്കമുള്ള സർക്കാർ ബിസിനസ്സുകളാണ് കാര്യപരിപാടിയിലുള്ളത്. സഭ ഒക്ടോബർ 10 വരെയാണ് സമ്മേളിക്കുന്നത്. പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ 2025-26 വർഷത്തെ ഉന്നതി വിദേശ പഠന സ്കോളർഷിപ്പുകൾ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് വിതരണം ചെയ്യും. 1000 വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനം സാധ്യമാക്കിയതിന്റെ പ്രഖ്യാപനവും മുഖ്യമന്ത്രി നിർവഹിക്കും. മന്ത്രിമാരായ OR കേളു, V. ശിവൻകുട്ടി എന്നിവർ പങ്കെടുക്കും. 2025 വഖഫ് ഭേദഗതി നിയമത്തിലെ ചില വ്യവസ്ഥകൾ ഭാഗികമായി സ്റ്റേ ചെയ്ത് സുപ്രീംകോടതി. 5 വർഷമായി ഇസ്ലാം മതം അനുഷ്ഠിക്കുന്ന വ്യക്തിക്ക് മാത്രമേ വഖഫ് സമർപ്പണത്തിന് സാധിക്കൂ എന്നതുൾപ്പെടെയുള്ള വ്യവസ്ഥയാണ് ചീഫ് ജസ്റ്റിസ് BR ഗവായിയും ജസ്റ്റിസ് AG മാസിഹും ഉൾപ്പെട്ട ബെഞ്ച് സ്റ്റേ ചെയ്തത്. സംസ്ഥാന സർക്കാരുകൾ ഈ വ്യവസ്ഥ നിർണ്ണയിക്കുന്നത് സംബന്ധിച്ച് നിയമങ്ങൾ രൂപീകരിക്കുന്നതുവരെയാണ് സ്റ്റേ. വഖഫ് സ്വത്ത് സർക്കാർ സ്വത്തിൽ കയ്യേറിയിട്ടുണ്ടോ എന്ന തർക്കത്തിൽ തീരുമാനമെടുക്കാൻ സർക്കാരിന്റെ നിയുക്ത ഉദ്യോഗസ്ഥനെ അനുവദിക്കുന്ന വ്യവസ്ഥയും സ്റ്റേ ചെയ്തു. സംസ്ഥാനത്തെ മികച്ച പച്ചത്തുരുത്തുകൾക്കുള്ള പുരസ്കാരങ്ങൾ ഇന്ന് പ്രഖ്യാപിക്കും. ഹരിത കേരളം മിഷന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് സ്ഥാപിച്ച പച്ചത്തുരുത്തുകളിൽ മികച്ചവയെ കണ്ടെത്തുന്നതിനുള്ള സ്ക്രീനിംഗ് പൂർത്തിയായതായി ഹരിത കേരള മിഷൻ ഉപാധ്യക്ഷ TN സീമ അറിയിച്ചു. പുരസ്കാരങ്ങൾ നാളെ തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടക്കുന്ന ചടങ്ങിൽ വിതരണം ചെയ്യും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. ദേശീയ തലത്തിൽ മികവ് തെളിയിച്ച കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അനുമോദിക്കുന്ന എക്സലൻഷ്യ 2025 പരിപാടി ഇന്നും നാളെയുമായി തിരുവനന്തപുരത്ത് നടക്കും. പരിപാടി ഇന്ന് മന്ത്രി R. ബിന്ദു ഉദ്ഘാടനം ചെയ്യും. 145 ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയാണ് മിനിസ്റ്റേഴ്സ് അവാർഡ് ഫോർ എക്സലൻസ് നൽകി അനുമോദിക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. M. വിശ്വേശ്വരയ്യയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് രാജ്യം ഇന്ന് എഞ്ചിനീയേഴ്സ് ദിനം ആചരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും M. വിശ്വേശ്വരയ്യയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. രാജ്യത്തിന്റെ എഞ്ചിനീയറിംഗ് മേഖലയിൽ ശ്രീ വിശ്വേശ്വരയ്യയുടെ പ്രതിഭ മായാത്ത മുദ്ര പതിപ്പിച്ചുവെന്ന് സമൂഹമാധ്യമ പോസ്റ്റിലൂടെ പ്രധാനമന്ത്രി പറഞ്ഞു. എഞ്ചിനീയറിംഗ് മികവ് ഇന്ത്യയുടെ സാങ്കേതിക ദശകത്തെ നയിക്കുന്നു എന്നതാണ് ഈ വർഷത്തെ പ്രമേയം.
പൊതുസേവനവും സദ്ഭരണവും ലക്ഷ്യം വെച്ചുള്ള പരിശ്രമമാണ് കഴിഞ്ഞ 11 വർഷമായി നടത്തിവരുന്നതെന്ന് കേന്ദ്ര സർക്കാർ. ഈ പരിശ്രമങ്ങളുടെ ഭാഗമായി രാജ്യം മികച്ച പുരോഗതിയാണ് കൈവരിച്ചത്. സ്വച്ഛ് ഭാരത് പദ്ധതിയിലൂടെ രാജ്യത്തെ ജനങ്ങളുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളാണ് ഇന്നത്തെ സേവാ പർവിലൂടെ വിശദമാക്കുന്നത്. പതിനൊന്ന് വർഷം മുൻപ് ആരംഭിച്ച സ്വച്ഛ് ഭാരത് പദ്ധതിയിലൂടെ ശുചിത്വ മേഖലയിൽ പുതിയ വിപ്ലവമാണ് കേന്ദ്ര സർക്കാർ സൃഷ്ടിച്ചത്. പദ്ധതിയിലൂടെ രാജ്യത്തുടനീളം 12 കോടിയിലധികം വീടുകളിൽ ശൌചാലയം ഉറപ്പാക്കി. വെളിയിട വിസർജനം പൂർണ്ണമായി നിർത്തലാക്കാനും ഇതിലൂടെ സാധിച്ചു. 2026 മാലിന്യമുക്ത നഗരങ്ങൾ വികസിപ്പിക്കുവാനും പദ്ധതി ലക്ഷ്യമിടുന്നു. स्वच्छ भारत का एक अभियान इसी 2 अक्टूबर से मुझे आरंभ करना है और 4 साल के भीतर हम इस काम को आगे बढ़ाना चाहते हैं. और एक काम तो मैं आज ही शुरू करना चाहता हूं और वो है हिंदुस्तान की सभी स्कूलों में बच्चियों के लिए अलग टॉयलेट हो. तभी तो हमारी बच्चियां स्कूल छोड़ करके भागेगी नहीं. സംസ്ഥാന വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ തീവ്രയജ്ഞ പരിപാടിക്ക് നാളെ തുടക്കമാകും. 45 ദിവസത്തെ തീവ്രയജ്ഞ പരിപാടിയാണ് സർക്കാർ വിഭാവനം ചെയ്തിട്ടുള്ളത്. നാളെ മുതൽ ഈ മാസം 30 വരെയാണ് ഒന്നാം ഘട്ടം. ഒന്നാം ഘട്ടത്തിൽ മലയോര മേഖലയിലെ എല്ലാ പഞ്ചായത്തുകളിലും റേഞ്ച് ഓഫീസുകളിലും വനം വകുപ്പിന്റെ ഹെൽപ്പ് ഡെസ്കുകൾ തുറക്കും. ഒക്ടോബർ 1 മുതൽ 15 വരെ രണ്ടാം ഘട്ടം. ഒക്ടോബർ 16 മുതലാണ് മൂന്നാം ഘട്ടം. ആരോഗ്യമേഖലയിൽ നികുതി ഇളവുകൾ നടപ്പാക്കിയതിലൂടെ ആരോഗ്യ സംരക്ഷണ സംവിധാനം ശക്തിപ്പെടുത്താൻ സാധിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ആയുർവേദം, യുനാനി, ഹോമിയോപ്പതി എന്നിവയുമായി ബന്ധപ്പെട്ട വിവിധ മരുന്നുകളുടെ നികുതി നിരക്ക് 12% നിന്ന് 5% കുറച്ചു. കൂടാതെ മെഡിക്കൽ, ദന്തൽ, വെറ്റിനറി ആവശ്യങ്ങൾക്കുള്ള ഉപകരണങ്ങളുടെ പുതിയ GST നിരക്കുകൾ നേരത്തെയുള്ള 18% നിന്ന് 5% കുറച്ചിട്ടുണ്ട്. ആലപ്പുഴയിൽ കാവാലം നിലമ്പേരൂർ പടയണി ചടങ്ങുകൾ പുരോഗമിക്കുന്നു. പാരമ്പര്യത്തിന്റെ തനിമ കൈവിടാതെയുള്ള നിലമ്പേരൂർ ഗ്രാമത്തിന്റെ പടയണി ദൃശ്യങ്ങൾ പകർത്താൻ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ചടങ്ങുകൾ 21-ന് സമാപിക്കും. ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പടയണി കാഴ്ചകളിലേക്ക് മിഴി തുറന്ന നീലമ്പേരൂർ ഗ്രാമത്തിലേക്ക് ആയിരങ്ങളാണ് ദിവസവും ഒഴുകിയെത്തുന്നത്. പടയണിയുടെ 3ാം ഘട്ടമായ പ്ലാവിലക്കോലം എഴുന്നള്ളിപ്പ് ഇന്നലെ ആരംഭിച്ചു. പ്ലാവിലയിൽ തീർത്ത ജീവൻ തുടിക്കുന്ന താപസനായിരുന്നു എഴുന്നള്ളിയത്. ഇന്ന് ആനയുടെ രൂപം പ്ലാവിലയിൽ തീർക്കും. പടയണി രാത്രിയിലാണ് അരങ്ങേറുന്നതെങ്കിലും പകൽ സമയത്തെ നീലമ്പേരൂർ ഗ്രാമം ജനനിബിഡമാകും. 2024-25 സാമ്പത്തിക വർഷത്തിലെ ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കുവാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. വൈകിയുള്ള നികുതി സമർപ്പണത്തിന് പിഴയും പലിശയും ഈടാക്കും. ആദായ നികുതി റിട്ടേണുകൾ ഫയൽ ചെയ്യുവാനുള്ള സമയപരിധി ഈ മാസം 30 വരെ നീട്ടിയതായി സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമെന്ന് ആദായ നികുതി വകുപ്പ്. റിട്ടേണുകൾ സംബന്ധിച്ച ഔദ്യോഗിക പേജുകളിൽ വരുന്ന വിവരങ്ങളെ മാത്രം ആശ്രയിക്കുവാനും വകുപ്പ് നിർദ്ദേശിച്ചു. ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 5:30-ന് തുടങ്ങുന്ന മത്സരത്തിൽ ഒമാൻ UAE-യെ നേരിടും. രാത്രി 8 മണിക്ക് ആരംഭിക്കുന്ന മറ്റൊരു മത്സരത്തിൽ ശ്രീലങ്കയും ഹോങ്കോങ്ങും തമ്മിൽ ഏറ്റുമുട്ടും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 5 പോയിന്റ് താഴ്ന്ന് 81,892-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 18 പോയിന്റ് നഷ്ടത്തിൽ 25,097-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. സ്വർണ്ണം പവന് 80 രൂപ കുറഞ്ഞ് 81,440 രൂപയും ഗ്രാമിന് 10 രൂപ താഴ്ന്ന് 10,180 രൂപയുമാണ് ഇന്നത്തെ വില. തെലങ്കാനയിലെ നാഷണൽ സർവേ റവന്യൂ ഉദ്യോഗസ്ഥരും ഇൻഫോമാറ്റിക്സ് സെന്റർ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന സംഘം 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് തിരുവനന്തപുരത്ത് എത്തും. കേരളത്തിൽ നടപ്പാക്കി വരുന്ന രാജ്യത്തെ ആദ്യ സമഗ്ര ഡിജിറ്റൽ ഭൂവിവര സംവിധാനമായ എന്റെ ഭൂമി സംയോജിത പോർട്ടലിനെക്കുറിച്ച് പഠിക്കുന്നതിനായാണ് സംഘം എത്തുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പശ്ചിമബംഗാളിൽ ഇന്ന് സംയുക്ത സൈനിക കമാൻഡർമാരുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 15ാം നിയമസഭയുടെ 14ാമത് സമ്മേളനത്തിന് തുടക്കമായി. അന്തരിച്ച നേതാക്കൾക്ക് ആദരാഞ്ജലി അർപ്പിച്ച ശേഷം സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ ഉന്നതി വിദേശ പഠന സ്കോളർഷിപ്പുകൾ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് വിതരണം ചെയ്യും. 5 വർഷമായി ഇസ്ലാം മതം അനുഷ്ഠിക്കുന്ന വ്യക്തിക്ക് മാത്രമേ വഖഫ് സമർപ്പണത്തിന് സാധിക്കൂ എന്നതുൾപ്പെടെയുള്ള വഖഫ് ഭേദഗതി നിയമത്തിലെ വ്യവസ്ഥകൾ ഭാഗികമായി സ്റ്റേ ചെയ്ത് സുപ്രീംകോടതി. എഞ്ചിനീയറിംഗ് മികവ് ഇന്ത്യയുടെ സാങ്കേതിക ദശകത്തെ നയിക്കുന്നു എന്ന പ്രമേയത്തിലൂന്നി രാജ്യം ഇന്ന് എഞ്ചിനീയേഴ്സ് ദിനം ആഘോഷിക്കുന്നു. ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഒമാൻ UAE പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.